ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ചന്ദ്രനും രുക്മിണിയും വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് ആരതിക്ക് ഒരു രജിസ്റ്റേർഡ് കത്ത് അവിടേക്ക് വരുന്നത്. എന്നാൽ സംശയത്തോടെ ചോദിക്കുകയാണ് ചന്ദ്രൻ, ആരതിക്കുള്ള ലെറ്റർ ഇവിടെ വരുന്നത് എന്തിനാ? അഞ്ജലിയും ആരതിയും എന്താ ഇവിടെയാണോ താമസം എന്നൊക്കെ. എല്ലാവരും ടെൻഷനോട് നിന്നപ്പോൾ ആരതി പറയുന്നുണ്ട്, അല്ല, വളരെ അത്യാവശ്യമുള്ള ഒരു ലെറ്റർ ആയതുകൊണ്ട് പോസ്റ്റ്മാനോട് ഞാൻ നേരത്തെ പറഞ്ഞതായിരുന്നു ഇവിടേക്ക് കൊണ്ടുവരാനായിട്ട്, അതാ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇത് കേട്ട് രുക്മിണി പറയുന്നുണ്ട്, ഇതിപ്പോ എന്താ, അച്ഛനും തുടങ്ങിയോ അന്വേഷണം, ഇങ്ങോട്ട് കയറിക്കേ പോകാം നമുക്ക് എന്ന് പറഞ്ഞ് ചന്ദ്രനെ ഓട്ടോയിലേക്ക് വിളിച്ചു കയറ്റുകയാണ് രുക്മിണി. മുരളിയോട് വണ്ടി എടുക്കാനും പറയുന്നു. അങ്ങനെ വണ്ടി അങ്ങോട്ട് തിരിച്ചപ്പോഴാണ് അവിടെ നിന്ന് ബാക്കിയുള്ളവർക്കെല്ലാം സമാധാനമാവുന്നത്. ഹരി പറയുന്നു, ഹോ, ഇപ്പോഴാ സമാധാനമാവുന്നത്. ഇടയ്ക്കെങ്ങാണോ വല്ലേട്ടനോ എടുത്തു കയറി വന്നാൽ എന്ത് പറയണം എന്നാലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുമായിരുന്നു ഞാൻ. അത് കാണാൻ വയ്യാത്തോണ്ടല്ലേ പുഷ്പേട്ടൻ രാവിലെ മാർക്കറ്റിൽ എന്ന് പറഞ്ഞു പോയത് എന്നെ സീതമ്മയും പറയുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ലാതെ ഒരു വലിയ പ്രശ്നം തീർന്നു കിട്ടി, അത് തന്നെ മഹാഭാഗ്യമെന്ന് ആരെയും പറയുന്നുണ്ട്. അവരങ്ങോട്ട് ഇറങ്ങിയ സമയത്ത് തന്നെയാണ് കൃഷ്ണനും രാധയും അവിടേക്ക് വന്ന് കയറിയത്. ഒരു കുറച്ച് മുമ്പേ ആയിരുന്നെങ്കിൽ ഇവർ രണ്ടുപേരെയും അവർ കാണാൻ ഇടയായേനെയായിരുന്നു. അവർ അപ്പോൾ തന്നെ വരുന്നത് കണ്ട് ടെൻഷനോടെ നിൽക്കുകയായിരുന്നു എല്ലാവരും. ഹരി പറയുന്നു, എൻ്റെ അമ്മ ഒന്നാമിച്ചു. ഹരി എല്ലാവരോടും ഒന്ന് പറയുന്നുണ്ട്, നമുക്കൊരു നമ്പർ ഇറക്കി കളയാം, ആരും കയറിക്കോളാവാക്കരുത്. കൃഷ്ണനും രാധയും അവിടേക്ക് വരുന്നു. എന്താ എല്ലാവരും മുറ്റത്ത് നിൽക്കുന്നത്, ഞങ്ങളെ കാത്തു നിന്നതല്ലോ അല്ലേ എന്നെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ ഹരി പറയുന്നു, ഒരിക്കലുമല്ല, ഞങ്ങൾ യാത്ര അയക്കാൻ നിന്നതാ. ആരെയാണ് എന്ന് അവർ ചോദിച്ചപ്പോൾ പ്രസാദിന്റെ അച്ഛനെയും അമ്മയും തന്നെ എന്നെ സീതമ്മ പറയുന്നുണ്ട്. ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് കൃഷ്ണനും രാധയും. അമ്മയും അച്ഛനും വന്നായിരുന്നോ? മക്കളുടെ എല്ലാ വിശേഷങ്ങളും കള്ളത്തരങ്ങളും അറിഞ്ഞ് ദേ മനസ്സ് നിറഞ്ഞിപ്പോൾ അങ്ങോട്ട് പോയതേ ഉള്ളൂ എന്ന് ഹരി പറഞ്ഞപ്പോൾ ടെൻഷനോടെ രാധ ചോദിക്കുന്നുണ്ട്, എൻ്റെ ദൈവമേ, അവരറിഞ്ഞോ എല്ലാം? പറ ഹരി, വെറുതെ തീ തിരിക്കരുത്. ഹരി അറിഞ്ഞു. ഇന്നലെ അവരിവിടെ വന്നത്, ഒരു ദിവസം ഇവിടെ താമസിക്കുകയും ചെയ്തു, ഇപ്പോഴാ ഇവിടുന്ന് പോയത്. കൃഷ്ണൻ പറയുന്നു, എനിക്ക് അറിയാമായിരുന്നു ഒരു ദിവസം ഇത് തന്നെ സംഭവിക്കുമെന്ന്. ഇതിപ്പോൾ എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഒരിക്കലും അച്ഛനും അമ്മയ്ക്കും എന്നോട് ക്ഷമിക്കാൻ സാധിക്കില്ല, മുരളിയോടും അവർ ക്ഷമിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ടെൻഷനോടെ നിൽക്കുകയാണ് കൃഷ്ണനും രാധയും. എന്നാൽ ഇവരുടെ ടെൻഷൻ കണ്ട് ബാക്കിയുള്ളവർ ആനന്ദിക്കുന്നു. ഇതിപ്പോൾ ഈ കുടുംബം തകരുമെന്ന് തീർച്ചയാണ്, ഞാനാണ് അതിന് കാരണക്കാരൻ, ഞാൻ മാത്രം. ഹരി വന്നിട്ട് പറയുന്നു, വലിയേട്ടാ, ഇനി ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ പറഞ്ഞത് കള്ളവാ വലിയേട്ടാ, അച്ഛനും അമ്മയും ഒന്നും അറിഞ്ഞിട്ടില്ല, ഒന്നും. അത് കേട്ട് സമാധാനത്തോടെ കൃഷ്ണൻ ചോദിക്കുന്നുണ്ട്, സത്യമാണോ നീ പറഞ്ഞത്, സത്യമാണോ എന്നൊക്കെ. സത്യമാണ്, പക്ഷെ ഒന്നും അറിയിക്കാതിരിക്കാൻ ഞങ്ങൾ വെട്ടിയ അംഗം കുറച്ച് കൂടുതലാണ്, അത് കേൾക്കാദ്യം എന്താണെന്ന്. അങ്ങനെ അവിടെ ഉണ്ടായ കാര്യങ്ങൾ മുഴുവനും ഹരി കൃഷ്ണനോടും രാധയോടും പറയുന്നുണ്ട്. എല്ലാം കേട്ട ശേഷം രാധ പറയുന്നു, ഭഗവാനെ നീ തന്നെ കാത്തു എല്ലാം. അത് കേട്ട് ഹരി പറയുന്നുണ്ട്, വെറുതെ അങ്ങനെ ഭഗവാനെ മാത്രം വിളിക്കണ്ട, ഒന്നും അറിയാതെ അവർ ഇവിടുന്ന് പോയതിൻ്റെ 99% ക്രെഡിറ്റും എനിക്കാണ്. അതുകൊണ്ട് പൊന്നാട, റീത്ത്, ഹാരം, നോട്ടുമാല എന്നിവ നൽകി നിങ്ങൾ എന്നെ വീർപ്പ് മുട്ടിക്കരുതേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അത് കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നു. ഈ പറഞ്ഞതൊന്നും ഇവിടെ ഇല്ല, വേണമെങ്കിൽ ഐസിട്ട നല്ല തണ്ണിമത്തൻ ജ്യൂസ് അടിച്ചു തരാമെന്ന് സീതമ്മ. ജ്യൂസോ ദാ വന്നു എന്ന് പറഞ്ഞ് ഹരി ഓടി അകത്തേക്ക് പോകുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാവരും അകത്തേക്ക് പോകുന്നു. സന്തോഷത്തോടെ തന്നെ രാധ അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ കൃഷ്ണൻ പറയുന്നുണ്ട്, അഞ്ജലി, ഒരു നിമിഷം. പോരാ നേരം നമുക്ക് നമ്മുടെ ഫീസ് കിട്ടിയ കാര്യം പറഞ്ഞിരുന്നില്ലേ, അതിൽ പകുതി ക്യാഷ് രാധയുടെ നേരെ വെച്ച് നീടുന്നു. ഇതിൽ പകുതി എൻ്റെ ഈക്വൽ പാർട്ട്ണറിനുള്ളതാണ്. രാധ പറയുന്നു, അതിനെ പ്രസാദേട്ടൻ ഇപ്പോൾ എനിക്ക് പണം തന്നു തീർക്കേണ്ട കാര്യമുണ്ടോ എന്ന്. ഉണ്ട്, കണക്കായിരിക്കണം, പ്രത്യേകിച്ച് അന്യരായ നമ്മൾ തമ്മിലെന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് രാധയുടെ മുഖം മാറി. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ തമ്മിൽ പിരിയുമ്പോൾ ഒരാൾക്ക് കൂടിപ്പോയെന്നോ ഒരാൾക്ക് കുറഞ്ഞു പോയെന്നോ നമ്മളിടയിൽ തോന്നരുത്, അത്ര തന്നെ. രാധ പറയുന്നു, നമ്മൾ തമ്മിലുള്ള പണത്തിൻ്റെ കടം വീട്ടൽ അല്ലേ? തീർച്ചയായും, അല്ലാതെ വേറെന്താ, ബിസിനസ് പാർട്ട്നേഴ്സ് അല്ലേ നമ്മൾ തമ്മിൽ, അതല്ലാതെ വേറെ ഒരു കടവും നമ്മൾ തമ്മിലില്ല, പ്രണയത്തിൻ്റെയോ കടമയുടെയോ കടപ്പാടിൻ്റെയോ വേറൊന്നും. വിഷമത്തോടെ നിൽക്കുകയാണ് രാധ. എന്താ ശരിയല്ലേ എന്ന് കൃഷ്ണൻ വീണ്ടും ചോദിക്കുന്നു. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ ഇത് വാങ്ങിക്കുകയെന്ന് പറഞ്ഞ് രാധയുടെ കയ്യിലേക്ക് ആ പണം വെച്ച് കൊടുക്കുകയാണ് കൃഷ്ണൻ. ഇനി വാ, തണ്ണിമത്തൻ ജ്യൂസ് കുടിക്കാൻ നമുക്ക് എന്ന് പറഞ്ഞ് കൃഷ്ണൻ അകത്തേക്ക് പോയപ്പോൾ വീണ്ടും രാധ വിഷമത്തോടെ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മേഘനാഥൻ്റെ വീട്ടിലാണെങ്കിൽ മേഘനാഥൻ്റെ കണ്ണ് വെട്ടിച്ച് പുറത്തേക്ക് വന്ന് മണിച്ചൻ ഒരു പുക വലിക്കാൻ തുടങ്ങുന്നു. ആ സമയത്ത് മറ്റൊരു കാർ അവിടേക്ക് വന്നു. ഇതാരാണാവോ ഈ നേരം കെട്ട നേരത്തിന് വന്നിരിക്കുന്നത് എന്ന് മണിച്ചൻ വിചാരിക്കുന്നുണ്ട്. വന്നത് തൃപ്പങ്കോട്ടെ പഴയ വേലയ്യനാണ്. ഇവനെ പണ്ടേ മേഘൻ സാറ് പടിയടച്ച് പിണ്ടം വെച്ചതാണല്ലോ എന്ന് മണിച്ചൻ വിചാരിക്കുന്നുണ്ട്. അയാൾ കാറിന്റെ പുറകുവശത്തെ ഡോറ് തുറക്കുന്നുണ്ട്. അതിൽ നിന്നും ഭവാനി ഇറങ്ങി വരുന്നു. എൻ്റെ അമ്മ, ഭവാനിയമ്മ തിരിച്ചു വന്നു എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് മണിച്ചൻ ഭവാനിയുടെ അടുത്തേക്ക് വന്നു. ഭവാനിയെ കണ്ട് ഒരു സെല്യൂട്ടൊക്കെ കൊടുക്കുകയാണ് മണിച്ചൻ. ഗുഡ് മോർണിംഗ് ഭവാനിയമ്മേ
ഇതെന്താടോ കേൾപ്പോരും കേൾവിയൊന്നും ഇല്ലാത്ത വീട് പോലെ കിടക്കുന്നുണ്ടല്ലോ എല്ലാവരും, ഇവിടെ ആൾതാമസമൊന്നും ഇല്ലേ എന്ന് ഭവാനി. അതിനെ മേഘൻ സാറും ഞാനും മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. വല്ലപ്പോരും ജോലിക്കാർ വന്നൊന്നും തല കാണിച്ചിട്ട് പോകും. അല്ലെങ്കിലും ഭവാനി അമ്മയെ പോലെ ഇവിടെ നിന്ന് എല്ലായിടത്തും നോക്കാൻ ആരെ കൊണ്ട് പറ്റുമെന്നൊക്കെ മണിച്ചൻ പറഞ്ഞപ്പോൾ ഭവാനി പറയുന്നുണ്ട്, അത്രയ്ക്കൊന്നും സുഖിപ്പിക്കണ്ട. ഞാനിവിടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതും ചോദ്യം ചെയ്യുന്നതും നിനക്കൊന്നും അത്ര പിടിക്കുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഏതെങ്കിലും ഒരുത്തൻ അന്വേഷിച്ചോ? ഇല്ലല്ലോ. മേഘനാഥൻ അവിടേക്ക് ഇറങ്ങി വന്നിട്ട് പറയുന്നു, ഇവിടെ ഇതല്ല ആർക്കും പണി. ചോദിക്കാതെയും പറയാതെയും ഇറങ്ങിപ്പോകുന്നവരുടെ പിന്നാലെ ചൂട്ടുകട്ടയും കൊണ്ട് പോകുന്നതല്ല നമ്മുടെ പണിയെന്ന് പറഞ്ഞു കൊടുക്കും മണിച്ച എന്നെ മേഘനാഥൻ പറയുന്നു. ഭവാനി പറയുന്നുണ്ട്, അതിനെന്തിനാടാ നീ മണിച്ചിന്റെ നാവ് കടം ചോദിക്കുന്നത്? ഇത് നേരിട്ട് തന്നെ പറഞ്ഞാൽ പോരെ? മേഘനാഥൻ പറയുന്നു, അതിന് എനിക്ക് മടിയൊന്നുമില്ല. ജന്മം തന്ന സ്ത്രീയെ ആണല്ലോ എന്ന പരിഗണന തന്നെന്നു വിചാരിച്ചാൽ മാത്രം മതി. ഓ സന്തോഷം, ഞാൻ നിന്നെ പ്രസവിച്ചതാണെങ്കിലും ഒന്ന് സമ്മതിച്ചല്ലോ, മഹാഭാഗ്യം. പണ്ടൊക്കെ ചില നേരത്തെ നിന്റെ പ്രവൃത്തികൾ കണ്ടാൽ തനിയെ മുട്ടവിരിഞ്ഞുണ്ടായതാണെന്നാ തോന്നുന്നത് എന്ന് ഭവാനി പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട്, ആയിക്കോട്ടെ, ഇപ്പോൾ അങ്ങനെയല്ലെന്ന് മനസ്സിലായല്ലോ. പിന്നെ വേലയ്യനോട് ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്തിനാടാ കൂടെ വന്നതെന്ന്. മേലാൽ എന്റെ കൺമുന്നിൽ കാണരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ ഞാൻ. ഭവാനി പറയുന്നു, ഞാൻ കൂട്ടിക്കൊണ്ടു വന്നതാ വേലയ്യനെ. മക്കൾ തിരിഞ്ഞു നോക്കാത്തടുത്ത് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരാനെങ്കിലും ഒരു കൂട്ട് വേണ്ടേ? വഴിയിൽ ഞാൻ കുഴഞ്ഞു വീണാൻ എടുത്ത് പൊതു ശ്മശാനത്തിലേക്ക് കൊണ്ടുപോവാനെങ്കിലും ആരോഗ്യമുള്ള ഒരുത്തനെങ്കിലും കൂടെ വേണം. അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എനിക്കറിയാം നിനക്കിപ്പോൾ ഈ അമ്മ വേണ്ടെന്ന്. ഞാൻ പറഞ്ഞാൽ പണ്ട് അണുവിട മാറാത്തവനായിരുന്നു നീ. പക്ഷേ ഇപ്പോൾ നിന്റെ തലയ്ക്കകത്ത് മനസ്സിലും ആ നശിച്ചവൾ മാത്രമാണുള്ളത്, ആ രാധ. അവരുടെ പുറകെ നടന്ന് നീ നിന്റെ ജീവിതം കുട്ടിച്ചോറാക്കും. അതാ എനിക്ക് സഹിക്കാൻ കഴിയാത്തത്. എന്നാൽ മേഘനാഥൻ പറയുന്നുണ്ട്, എന്നാൽ ഞാൻ അതങ്ങ് സഹിച്ചു. ഏതായാലും തിരിച്ചു വന്നതിലും കണ്ടതിലും സന്തോഷം. ഇനി വേഗം വന്ന വഴിക്ക് വണ്ടി തിരിച്ചു വിടാനായിട്ട് നോക്ക്, പെട്ടെന്നായിക്കോട്ടെ. ഭവാനി പറയുന്നു, അങ്ങനെ സുഖവിവരം അന്വേഷിച്ച് തിരിച്ചു പോകാൻ വന്നതല്ല ഞാൻ. മേഘനാഥൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, പിന്നെ ഇവിടെ കയറി കൂടിയിരിക്കാനാണോ ഭാവം? അങ്ങനെ തന്നെ, സ്വന്തം വീടുള്ളപ്പോൾ ഞാനെന്തിനാ മറ്റുള്ളവർക്ക് ശല്യമായിട്ട് അവിടെ പോയി നിൽക്കുന്നത്? ഞാൻ ഇന്നു മുതൽ വീണ്ടും ഇവിടെ തന്നെ കാണും, അത് തീർച്ചയാണെന്നും ഭവാനി പറയുന്നു. അമ്മയും ഒഴിവാക്കി ആരും അങ്ങനെ ഒരുപാട് സന്തോഷിക്കേണ്ടെന്നും എന്തും ചെയ്ത് കൂട്ടാനും വിചാരിക്കേണ്ട എന്ന് ചുരുക്കം. മേഘനാഥൻ പറയുന്നു, ഭീഷണിയുടെ സ്വരമൊന്നും വേണ്ട. ഒഴിവാക്കണമെന്ന് മേഘൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കിയിരിക്കും. തൽക്കാലം ഞാനത് ചെയ്യുന്നില്ല. പിന്നെ എനിക്ക് എന്താണോ വേണ്ടത് അത് നേടിയെടുക്കാൻ ഏതറ്റം വരെയും ഞാൻ പോകും. എന്നെ നിയന്ത്രിക്കാനും എനിക്കും രാധയ്ക്കും ഇടയ്ക്കും കയറി നിൽക്കാനും മാത്രം നിങ്ങൾക്ക് വരരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിവിടെ നിൽക്കാം. അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം, അത്ര തന്നെ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ തന്നെയാണ് മേഘനാഥൻ അകത്തേക്ക് കയറി പോകുന്നത്. മേഘന്റെ ഈ വാക്കുകൾ ഭവാനിയമ്മയ്ക്കും ദേഷ്യം വരുന്നുണ്ട്. ഭവാനിയമ്മ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നടക്കില്ല മേഘനാഥ, സമ്മതിക്കില്ല ഞാൻ. ഒരു പെണ്ണിന്റെ അടിമയായി ഭ്രാന്ത് പിടിച്ച് നടക്കാനല്ല നിന്നെ ഞാൻ വളർത്തിയത്. അതുകൊണ്ട് തന്നെയാ ഈ മടങ്ങി വരവ്. രാധയെ ഇല്ലാണ്ടാക്കാൻ എന്നേക്കുമായി. വേലയ്യനെ കൂട്ടി അകത്തേക്ക് ഭവാനി കയറി പോകുന്നു. ഈ വരവിന് പിന്നിൽ എന്തൊക്കെ ഉദ്ദേശങ്ങളുണ്ടെന്ന് മണിച്ചൻ മനസ്സിലാക്കുന്നു. ശേഷം കാണിക്കുന്നത് കൃഷ്ണന്റെ വീട്ടിൽ. മുരളിയാണെങ്കിൽ ഉറങ്ങാതെ അങ്ങോട്ടും ഇങ്ങോട്ടും രാത്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത്രയും നേരമായിട്ടും ആരാ ആ ലെറ്റർ എഴുതിയെന്ന് പറയാൻ വയ്യെങ്കിൽ അതിൽ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് മുരളി വിചാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആരെയെങ്കിലും ഇവൾ പ്രേമിക്കുന്നുണ്ടോ എന്നെങ്കിലും സംശയിച്ചേ പറ്റൂ. ഈശ്വര, ഇനിയിപ്പോൾ അതായിരിക്കോ ഇത്രയും നാളും ആരതി എന്നോട് അടുക്കാത്തതും ഭർത്താവിനെ അംഗീകരിക്കാത്തതും? ഇനി അങ്ങനെയാണെങ്കിൽ അവൾക്കത് എന്നോട് തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാക്കൊല ചെയ്യേണ്ട കാര്യം എന്താണ് എന്നൊക്കെ മുരളി ഇങ്ങനെ തനിയെ പുലമ്പുന്നുണ്ട്. ആരതി എവിടേക്ക് വന്ന് ഇത് ശ്രദ്ധിക്കുന്നു. ഈശ്വര, ദേ ഒരാള് തന്നെ നിന്ന് സംസാരിക്കുന്നു. വട്ടായോ ഇയാൾക്ക്? എന്ത് വിശ്വസിച്ച് ഇനി ഞാൻ ഈ മുറിയിൽ കിടക്കും? ഉറങ്ങിക്കിടക്കുമ്പോൾ വല്ല അമ്മിക്കല്ലും എടുത്ത് തലയിൽ കൊണ്ടിട്ടാൽ അപ്പം തീർന്നില്ലേ എൻ്റെ കഥ. ആരതി ഡോർ അടച്ചു. ഒരു ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. നീ എന്താ ഇത്ര താമസിച്ചത് എന്ന് മുരളി ആരതിയോട് ചോദിക്കുന്നുണ്ട്. എന്താണ് ഈ ചോദിച്ചത് കേട്ടില്ല എന്നും ചോദിക്കുന്നു. എന്നോടാണോ എന്ന് ആരതി ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് മുരളി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കിയിട്ട് പറയുന്നു, നീ മാത്രമല്ലേ ഈ മുറിയിലുള്ളൂ? അല്ല, അപ്പോൾ നിങ്ങളില്ലേ? ഞാൻ വന്നപ്പോൾ നിങ്ങൾ തനിയിൽ നിന്നായിരുന്നല്ലോ വർത്തമാനം പറഞ്ഞിരുന്നത്. അതിൻ്റെ ബാക്കിയായിട്ട് ഇനിയിപ്പോൾ സ്വയം ചോദ്യം ചോദിച്ച് സ്വയം ഉത്തരം പറയുവാണോ എന്ന് അറിയില്ലല്ലോ, അതാ ഞാൻ മിണ്ടാതിരുന്നത് എന്ന് ആരതി പറഞ്ഞപ്പോൾ മുരളി പറയുന്നുണ്ട്, താമസിച്ചത് എന്താണെന്ന് നിന്നോട് തന്നെയാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ഇവിടെ എത്ര നേരമായിട്ട് നിനക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുവാണെന്ന് അറിയോ? ആരതി പറയുന്നു, അയ്യോ അടിയൻ അറിഞ്ഞില്ല മഹാരാജാവ് കാത്തു നിന്ന വിവരം. ദൂതം വശം ഒരു എഴുത്തുവല്ലം കൊടുത്തയച്ചാൽ മതിയായിരുന്നല്ലോ. ക്ഷമിക്കണം കേട്ടോ താമസിച്ചതിന്. അടിയൻ ഓടി വന്ന് മുഖം കാണിച്ചേനെയായിരുന്നല്ലോ. ഇതെല്ലാം കേട്ട് മുരളി പറയുന്നുണ്ട്, നീ എന്താ എന്നെ കളിയാക്കുവാണോ? മുരളി പറയുന്നു, നിന്റെ ഈ നെഗളിക്കലൊക്കെ എന്ത് കണ്ടിട്ടാണെന്ന് എനിക്ക് അറിയാടി. രാവിലെ തപാൽ വഴി ഒരു രജിസ്റ്റർ നിനക്ക് കിട്ടിയിരുന്നല്ലോ. അതാണ് ഇപ്പോൾ നിന്റെ തുറുപ്പ് ചീട്ട്.
അത് അയച്ചവൻ ആരാണെന്ന് മാത്രം എനിക്ക് പറഞ്ഞാൽ മതി. ആരതി അത് കേട്ടിട്ട് പറയുന്നുണ്ട്, ഓഹോ അതായിരുന്നു അപ്പോൾ വിഷയം. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്? അപ്പോൾ മനസ്സിലായല്ലോ, സന്തോഷം. ആരാ ആ കത്തയച്ചെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അറിയേണ്ടെന്ന് മുഖത്തടിച്ച് നീ പറഞ്ഞില്ലേ? അച്ഛനും അമ്മയും ഉണ്ടായിരുന്നോണ്ടാ അപ്പോൾ ഞാൻ ക്ഷമിച്ചത്. ഓഹോ, അല്ലായിരുന്നെങ്കിൽ താൻ എൻ്റെ തല വെട്ടുമായിരുന്നോ എന്ന് ആരതി പറഞ്ഞപ്പോൾ മുരളി പറയുന്നുണ്ട്, ചോദിച്ചതിന് മറുപടി കിട്ടിയില്ലെങ്കിലേ ചിലപ്പോൾ വെട്ടി എന്നൊക്കെ ഇരിക്കും. എന്താ നിനക്ക് കാണോ? എങ്കിലേ ആദ്യം അത് നടക്കട്ടെ, ഇപ്പോഴും പറയാൻ എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞ് ആരതി അവിടെ കിടക്കുന്നുണ്ട്. അതെ, തല വെട്ടുന്നെങ്കിൽ പെട്ടെന്ന് വെട്ടണേ, എനിക്ക് നല്ലപോലെ ഉറക്കം വരുന്നു. ഞാനൊരു അരമണിക്കൂറിനുള്ളിൽ ഉറങ്ങിപ്പോയാൽ പിന്നെ ആന വന്ന് കുത്തിയാലും ഞാൻ ഉണരില്ല, പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് ആരതി ഉറങ്ങാൻ കിടന്നു. ടെൻഷനോടെ നിൽക്കുകയാണ് മുരളിയും അവിടെ വന്ന് കിടന്നു. മുരളിയാണെങ്കിൽ തലവഴിയെ പുതപ്പ് പോത്തി കിടക്കുന്നുണ്ട്. ഇത് ആരതി കാണുന്നു. ആരതിയും അവിടെ കിടന്ന പുതപ്പെടുത്ത് ഇതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. നേരം 11:30 ആയിരിക്കുന്നു. എന്നാൽ മുരളി ഇതേ സമയം വരെയും ഉറങ്ങിയിട്ടില്ല. പതിയെ എണീക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഇവിടെ കിടപ്പുണ്ടല്ലേ അഹങ്കാരി, ഒറ്റ ചവിട്ടി കൊടുത്താൽ 4 ദിവസം എണീക്കും ശവം എന്നൊക്കെ അവിടെ ഇരുന്നു കൊണ്ട് പറയുന്നുണ്ട്. ആ സമയത്താണ് ആരതി ഇങ്ങോട്ടേക്ക് തിരിയുന്നത്. പെട്ടെന്ന് അതുപോലെ തന്നെ പുതച്ചു കിടക്കുകയാണ് മുരളി. ഉറങ്ങുന്നതായി ആക്ടും ചെയ്യുന്നു. എന്നാൽ ആരതി നല്ല ഉറക്കത്തിലായിരിക്കുന്നു. ആരതി ഉറങ്ങിയോ എന്ന് ഒന്നുകൂടി നോക്കുകയാണ് മുരളി. കത്തെഴുതിയത് ആരാണെന്ന് പറയാൻ നിനക്ക് സൗകര്യമില്ല അല്ലേടി? എന്നാ അതൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. പതിയെ മുരളി അവിടെ നിന്നും എണീറ്റു. ആ കത്ത് എവിടെയാണെന്ന് നോക്കുകയാണ് മുരളി. ഷെൽഫിലും പിന്നെ അവിടെ മുഴുവനും അരിച്ചു പറക്കുന്നുണ്ട്. ആരതി പിന്നീട് ഒന്നുകൂടി ഇങ്ങോട്ടേക്ക് തിരിഞ്ഞപ്പോൾ അനങ്ങാതെ നിൽക്കുകയാണ് മുരളി. പിന്നെ അവിടെ ഇരുന്ന ഓരോ ബുക്സിലും നോക്കുന്നുണ്ട്. ഒടുവിൽ ആ ലെറ്റർ കിട്ടി. എന്നോട് കളിക്കാൻ നിൽക്കല്ലേടി, നീ പഠിച്ച സ്കൂളിലെ PT പ്രസിഡന്റ് ഞാനായിരുന്നു, എന്നെ നിനക്ക് അറിയാത്തോണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ആ ലെറ്ററും കൊണ്ട് പുറത്തേക്ക് പോവുകയാണ് മുരളി. എന്നാൽ അത് വായിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും, അത് ആ കവറിൽ നിന്നും എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും പെട്ടെന്ന് ആരതി അവിടേക്ക് വന്നിട്ട് ആ ലെറ്റർ അങ്ങ് വാങ്ങിച്ചു. ദേഷ്യത്തോടെ ആരതി മുരളിയെ നോക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.